ഞാൻ ഗീത അത്താണിയിൽ നാരായണ ഫ്ലോർ മിൽ നടത്തുന്ന ഒരു സംരംഭകയാണ്. അത് എൻ്റെ അച്ഛൻ 70 വർഷത്തിലധികമായി കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഒരു 4 വർഷം പുള്ളിക്ക് വയ്യാതെ ഇപ്പോൾ സ്ഥാപനം ഞങ്ങൾ നിർത്തിവെച്ചതാണ്. വീണ്ടും ആളാന്ത്യാഭിലാഷം മൊത്ത മകൾ അത് നടത്തണം എന്നുള്ള ഒരു തീരുമാനം ആളുടെ വായിൽ നിന്ന് വന്നു. അത് നടത്തിക്കൊണ്ട് ഇപ്പോൾ 4 വർഷമായി വീണ്ടും ഞാൻ എൻ്റെ സ്വന്തം ബിൽഡിങ്ങിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എള്ളാത്ത് നാരായണൻ നായർ, അമ്മ പത്മിനി, ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. ഒരു അനിയനും അനിയത്തിയും എനിക്കുണ്ട്. അനിയനും ബിസിനസ്സിൽ തന്നെയാണ്, അനിയത്തി മാരീഡ് ചെയ്ത് സെറ്റിലാണ്. നാരായണ ഫ്ലോർ മിൽ ആൻഡ് ഓയിൽ മിൽ. ഇന്നലെ നമ്മൾ മല്ലിമുളക്, മഞ്ഞൾ, അരി പൊടിച്ച് വറുത്ത് കൊടുക്കുക, ധാന്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക, എല്ലാം പുറത്തേക്ക് വർക്കായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊപ്രാട്ടി വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രൊഡക്റ്റായിട്ട് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അരിപ്പൊടികൾ, മസാലകൾ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇഡ്ഡലി മാവ്, ദോശമാവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആട്ടി നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ജനിച്ച് എന്നെ കണ്ണു മിഴിച്ച് നോക്കുമ്പോഴേ എൻ്റെ അച്ഛന് ഫ്ലോർ മിൽ, ഫർണിച്ചർ ആയിട്ടുള്ള മരക്കമ്പനി, ഫർണിച്ചർ പറഞ്ഞാൽ മരക്കമ്പനി, അങ്ങനെയായിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു 54 വയസ്സ് വരെയും അത് കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും ആൾക്ക് വയ്യാതെ ആവുന്നുണ്ടായി എൻ്റെ. ഇപ്പോൾ ഞാൻ 58 വയസ്സുകാരിയാണ്. 55ാമത്തെ വയസ്സിലാണ് ഞാനിത് തുടങ്ങിക്കണം. അച്ഛൻ്റെ എന്താ പറയുക, അത്രയും ഒരാഗ്രഹമുള്ളൊരു കാര്യം. പിന്നെ ഈ ജനിച്ചപ്പോൾ തൊട്ട് നമുക്ക് നമ്മുടെ ചോരയിൽ കലർന്ന ഒരു കാര്യം എന്ന രീതിയിൽ ഇത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗം തന്നെ അന്നത്തെ കാലത്ത് ഇതായിരുന്നു. നമ്മൾ നല്ല ബ്രാൻഡ് അരി എടുത്ത് കൊണ്ടുവന്ന് കഴുകി വാരി ഉണക്കി, അത് നൈസ് വേണ്ടവർക്ക് നൈസ്, പുട്ടിന് വേണ്ടവർക്ക് പുട്ട്, മീഡിയം വേണ്ട ആൾക്കാർക്ക് മീഡിയം ലെവലിൽ വറുത്ത് പൊടിച്ച് കൊടുക്കും. ഇനി നനച്ചരി അങ്ങനെ തന്നെ പൊടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഇപ്പോൾ അച്ചപ്പം, അതുപോലെ കൊള്ളപ്പം, അങ്ങനെ വറവില്ലാതെ ഉണ്ടാക്കുന്ന അപ്പം, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അവർക്കൊക്കെ അങ്ങനെയായിട്ട് കൊടുക്കാൻ പറയുമ്പോൾ ആ രീതിയിൽ നമ്മളത് ആക്കി കൊടുക്കാറുണ്ട്. വളരെ നല്ല കസ്റ്റമേഴ്സാണ്. ഏറ്റവും വലിയൊരു ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ് ഞാൻ. കാരണം എൻ്റെ അച്ഛൻ 70 വർഷത്തിലധികം പഴക്കമായി നടത്തിയൊരു സ്ഥാപനത്തിൻ്റെ ഓണറായതുകൊണ്ട് ഇപ്പോഴും അച്ഛനെ കണ്ട് വരുന്ന പല വ്യക്തികളും എനിക്കുണ്ട്. ഞാൻ അറിയാതെ തന്നെ ഇന്നാളുള്ള മകളാണ്. അതിന് കസ്റ്റമേഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ആത്മവീര്യം തരുന്ന കസ്റ്റമേഴ്സാണ്. കൊണ്ട് നടത്തണം അങ്ങനെ അതിനുള്ളൊരു നെഗറ്റീവ് എനർജി അല്ല, നല്ല പോസിറ്റീവ് എനർജി തരുന്ന കസ്റ്റമേഴ്സാണ് എനിക്കുള്ളത്. ഏതൊരു വനിതയായാലും വീട്ടമ്മയായാലും സ്വന്തം നമുക്കൊരു വരുമാനം, ഒരു ദിവസം ഇപ്പോൾ 1 കിലോ മുളക് പൊടിച്ചാൽ കിട്ടുന്ന 30 രൂപയുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ, നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് കൈ നീട്ടണ്ട, മക്കളുടെ കൈ നീട്ടണ്ട. 10 ദിവസം ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലും വാങ്ങണം. എന്ത് കാര്യത്തിനും നമുക്ക് വേറൊരാളുടെ അടുത്ത് കൈ നീട്ടാതെ ഓരോ വനിതകളും ഓരോ വീട്ടമ്മമാരും ഇന്ന് രംഗത്തേക്ക് വരണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം അത് ചെയ്യണം. നമ്മൾ ഓരോന്നിലും ഇറങ്ങി തിരിച്ചാലാണ്. ഇപ്പോൾ വലിയതെന്നല്ല, എത്രയോ കാര്യങ്ങളുണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ. അപ്പോൾ അതിനായി രംഗത്ത് വനിതകളെ ഇറങ്ങി സ്ത്രീ സംരംഭങ്ങളായി ചെറുതായിട്ടും പലർക്കും കൂടെ ജോലി ചെയ്യാം. അതല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ, വീടിനകത്തിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അമ്മമാർക്കുണ്ട്. മക്കളെ പറഞ്ഞയക്കാം, അല്ലെങ്കിൽ പ്രായമായ ഒരു വീട്ടിലുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ വരും, അവർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം മാതിരി സംരംഭങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ വഴി തുറന്ന് കിടക്കേണ്ട. നമ്മുടെ സർക്കാരും നമുക്കതിനു വേണ്ടി അനുകൂലിച്ച് തരുന്നുണ്ട്. അപ്പോൾ അതാണ് എല്ലാ വനിതകളോടും എനിക്ക് പറയാനുള്ളത്. എനിക്കാവാവുന്ന കാലം ഇത് കൊണ്ട് നടക്കണം. മോൻ വിദേശത്താണ്, മോൻ്റെ അടുത്ത് പോകണം, അങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിലും ഞാൻ ഇതിനെ ഒന്നിങ്ങനെ പുഷ്പിച്ച് വരാൻ വേണ്ടി അങ്ങനെ നിർത്തി ആഗ്രഹങ്ങളെ അവിടെ നിന്ന് വെച്ചാണ്. പിന്നെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അതിപ്പോൾ 4 ദിവസം അടച്ചിട്ടിട്ടായാലും പോയി യാത്രകളൊക്കെ കഴിഞ്ഞു വരും. അപ്പോൾ ഭാവി പറ്റാവുന്ന കാലം ഇത് കൊണ്ട് നടക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മകനായി കൊണ്ട് നടത്തണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഇരിക്കണേ. എൻ്റെ അച്ഛൻ്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളൊരു സംരംഭമാണ്. അപ്പോൾ അതിങ്ങനെ ഭാവിയിലും ആവുന്ന തലമുറയ്ക്ക് അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം. സോഷ്യൽ രംഗത്ത് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടൊന്നുമില്ല. അമ്പലം ക്ഷേത്രസമിതി പ്രസിഡൻ്റാണ്. ബാക്കി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എല്ലാറ്റിലും
തല വെച്ച് കൊടുക്കും. ഞാൻ നിലവിൽ ഇപ്പം ഞാൻ സിംഗിളാണ്. മക്കൾ 2 ആളാണ്. 2 പേരും കല്യാണം കഴിഞ്ഞു. മോളൊക്കെ 3 കുട്ടികളായി. മോനൊരു കുട്ടിയായി. അപ്പോൾ മോനും ഭാര്യയും കുട്ടിയായി ഞാൻ ജീവിക്കുന്നു. മോൻ വിദേശത്താണ്. മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അവിടെയാണ് അവർ ഷൊർണൂർ ആറാണിയിലാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. മോളും ജോലിക്ക് പോകുന്നു. മരുമകനും കുഞ്ഞുമക്കൾ പഠിക്കുന്നു. അത്താണി സെൻറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തൃശ്ശൂർ റോഡിൽ സെൻറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 അടി നടന്നാൽ ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാപനം കാണാം. ഗീത ആർക്കേഡ് എന്നാണ് ബിൽഡിങ്ങിന് പേര്. പഴയ മെഡിക്കൽ കോളേജ് റോഡിലേക്ക് തിരിയുന്നതിന് മുന്നേ വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം.